50,000 രൂപയ്ക്കടിയിലുള്ള മികച്ച ഗെയിമിംഗ് ലാപ്ടോപ്പുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏറ്റവും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു 3 ലാപ്ടോപ്പ് ഞാൻ അവസാനം പറഞ്ഞിരിക്കും. 2 ലാപ്ടോപ്പ് അതിൽ ഉള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പ്രൈസ് അനുസരിച്ച്. മുമ്പ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ താഴെ കമൻറ്റും കൂടെ ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഐഡിയ പാഡ് ഗെയിം 3 ആണ് ആദ്യത്തെ ലാപ്ടോപ്പ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ വിലയായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 47,000 മുതൽ 48,000 വരെയാണ് ഇതിൻ്റെ വിലയായിട്ട് വരുന്നത്. ഈ ലാപ്ടോപ്പിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഗെയിമിംഗ് പെർഫോമൻസ് പ്ലസ് ഗുഡ് കോളിംഗ് പ്ലസ് 144Hz ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. ഇതിൻ്റെ സ്പെക്കായിട്ട് വരികയാണെങ്കിൽ Ryzen 5 5600H പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ GTX 6050 RTX 2050 വേരിയൻറ്റിലുള്ള ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അതേപോലെ റാം എന്ന് പറഞ്ഞാൽ 8 GB 512 GB NVMe SSD, അതായത് സ്റ്റോറേജും 15.6 ഇഞ്ച് ഫുൾ HD 144Hz ഡിസ്പ്ലേ എന്നിങ്ങനെയാണ് ഇതിൻ്റെ സ്പെക്ക് വൈസ് വരുന്നത്. ഗെയിം പെർഫോമൻസ് നിങ്ങളിപ്പോൾ എല്ലാവരും നോക്കുന്ന GTA കൊണ്ട് പറയുന്നു. GTA പോലുള്ള ഗെയിംസ് ലാപ്ടോപ്പ് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കും. അതായത് 15 വർഷം മുമ്പ് ഇറങ്ങിയ ഗെയിമാണ്, അതിന് ചുമ്മാ പറഞ്ഞതല്ലോ. ഇപ്പോൾ ഇറങ്ങുന്ന ഗെയിമിന് പറ്റും അത്യാവശ്യം. കാരണം നിങ്ങൾ RTX 2050 വേരിയൻ്റാണ് എടുക്കണമെങ്കിൽ ഡീലർ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് കുറഞ്ഞ ഗെയിംസ് കുറച്ചുകൂടെ FPS കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 6050 വേർഷൻ GTX 6050 വേർഷനും RTX 2050 വേർഷനിലും നല്ല വ്യത്യാസമുണ്ട് ഗ്രാഫിക്സ് കാർഡ് തമ്മിൽ. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ നല്ല സൈഡായിട്ട് പറയുന്നത് വെച്ചാൽ 144Hz ഡിസ്പ്ലേയും Ryzen 5 5600 നല്ല കേബിൾ പ്രോസസ്സറാണ്. റാം സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന വേരിയൻ്റ് ഉണ്ട്. കൂളിംഗ് സാധാരണ ബഡ്ജറ്റ് ഗെയിം ലാപ്ടോപ്പിനേക്കാൾ നല്ലത്. പിന്നെ ഇതിൻ്റെ മോശം സൈഡ് എന്ന് പറയുന്നത് 8 GB റാം മാത്രമേ ഉള്ളൂ. വേരിയൻ്റ് ആണെങ്കിൽ ഗെയിമിന് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതാണ്. 8 GB വെച്ച് കളിക്കാൻ പറ്റുള്ളൂ. GTX 6050 വളരെ പഴയ GPU ആണ്. ബാറ്ററി ലൈഫ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതിനാൽ വലിയ സ്ട്രെങ്ത് അല്ല. വെയിറ്റ് സാധാരണ ലാപ്ടോപ്പിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഗ്രാഫിക്സ് കാർഡ് RTX 2050 വേരിയൻ്റ് കിട്ടുകയാണെങ്കിൽ GTX 6050നേക്കാൾ ഞാൻ അതിന് പ്രിഫറൻസ് കൊടുക്കും. രണ്ടാമതായിട്ട് പറയുന്ന ലാപ്ടോപ്പാണ് അടുത്തായിട്ട് വരുന്ന ലാപ്ടോപ്പാണ് ASUS TUF ഗെയിമിംഗ് F70. ഞാൻ എല്ലാവരും പറയുന്ന ASUS എന്ന് പറയുന്നേ ഉള്ളൂ, അല്ല പ്രൊണൗൺസിയേഷൻ തെറ്റുണ്ടായി ക്ഷമിക്കണം. ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് അട്രാക്ഷൻ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 70.3 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് വൈസ് പറഞ്ഞാൽ Intel Core i5 11th Gen ആണ് പ്രൊസസ്സർ. RTX 2050 4 GB ആണ് ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ്. 60 GB DDR4 റാമും 512 GB NVMe SSD 17.3 ഇഞ്ച് ഡിസ്പ്ലേയും പിന്നെ 165Hz ഡിസ്പ്ലേ അത് റിഫ്രഷിങ്. അപ്പോൾ നേരത്തേലുള്ളത് 144 ആണ്, ഇവിടെ ഉള്ളത് 165 ആണ്. ഇതിൽ സ്പെഷ്യലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ 16 GB റാമും RTX 2050 പ്ലസ് 165Hz ഡിസ്പ്ലേ. ഈ കോമ്പിനേഷൻ ഗെയിമിന് നല്ലതാണ്. 17.3 ഇഞ്ച് സ്ക്രീൻ ആയതുകൊണ്ട് GTA 5 RDR2 പോലുള്ള ഗെയിംസിൽ കൂടുതൽ നമുക്കൊരു നല്ലൊരു ഫീൽ കിട്ടും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ PC ലാപ്ടോപ്പിനെ കുറിച്ചാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് പറയാൻ പോകുന്നത് വളരെ കുറച്ച് പേരൊക്കെ അറിയാത്ത കാര്യം. നിങ്ങൾ GTA 5 കളിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇങ്ങനെയൊന്നും പോയി പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കണിക്കണേ അങ്ങനെ ചെയ്യരുത്. 13-14 വർഷമായി ഇറങ്ങിയ ഗെയിമാണ്, അത് മുമ്പ് ഇറങ്ങിയ ഗെയിമാണ് GTA 5. അതുകൊണ്ട് ഇറങ്ങിയ ഗെയിം ഗ്രാഫിക്സ് കാർഡ് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യാം. നമുക്ക് ബാക്ക് ടു വീഡിയോ. ഈ ലാപ്ടോപ്പിൻ്റെ നല്ല സൈഡായിട്ട് വരുന്നത് വലിയ 17.3 ഇഞ്ച് ഡിസ്പ്ലേ, 165Hz റിഫ്രഷ് റേറ്റ്, 16 GB റാം ഓൾറെഡി അവൈലബിൾ ആണ്. RTX 2050 TUF സീരീസ് ജനറലി ഗെയിമിംഗ് ഓറിയൻറ്റഡ് ബിൽഡ്, ഗെയിം പ്ലസ് മൾട്ടി ടാസ്കിങ് നല്ല കോമ്പിനേഷൻ. പിന്നെ ഇതിൻ്റെ മോശം സൈഡായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 17.3 ഇഞ്ച് ആയതിനാൽ അത് ഡിസ്പ്ലേ ആയതിനാൽ പോർട്ടബിലിറ്റി കുറയും. i5 11th Gen ഇപ്പോൾ പഴയ ജനറേഷൻ പ്രൊസസ്സറാണ്. RTX 2050 4 GB തന്നെ ആയതിനാൽ ഹെവി ഫ്യൂച്ചർ AAA ഗെയിംസിൽ ലിമിറ്റേഷൻ ഉണ്ടാകും. സാധാരണ 15.6 ഇഞ്ച് ലാപ്ടോപ്പിനേക്കാൾ വലുതും ഭാരമുള്ളതായിരിക്കും. നിങ്ങൾക്ക് വലിയ സ്ക്രീൻ ഇഷ്ടമാണെങ്കിൽ ഈ ലാപ്ടോപ്പ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് എടുക്കാൻ. നമ്മളിനി അടുത്ത മൂന്നാമത്തെ ലാപ്ടോപ്പിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ലാപ്ടോപ്പ് ആയിട്ട് വരുന്നത് വെച്ചാൽ Acer Aspire 7 ആണ്. ഇതും പ്രൊണൗൺസിയേഷൻ സെറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും നേരം പറഞ്ഞ ലാപ്ടോപ്പ് കറക്റ്റ് പക്ക ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിൽ ഇതിൽ പ്യുവർ ഗെയിമിംഗ് ഡിസൈനേക്കാൾ ഗെയിം പ്ലസ് നോർമൽ യൂസ് രണ്ടിനെയും ബാലൻസ് നൽകുന്ന ലാപ്ടോപ്പാണ്. ഇതിൻ്റെ സ്പെക്കായിട്ട് വരുന്നതെന്ന് വെച്ചാൽ Intel Core i5 12th Gen ആണ്. നേരത്തെ 11th Gen ആയിരുന്നു. ഇതിൽ 12th RTX 2050 4 GB ഗ്രാഫിക്സ് കാർഡ്, 8 GB തൊട്ട് 16 GB റാമുണ്ട്.
512 GB SSD ആണുള്ളത്. 15.6 ഇഞ്ച് സ്ക്രീൻ ഇതിൽ വരുന്നുള്ളൂ. അതുപോലെ 144 Hz ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റും. ഇവിടുത്തെ പ്രധാന അഡ്വാൻറ്റേജ് 12th Gen i5 12th Gen പ്രോസറാണ്. പിന്നെ നല്ല വശമായിട്ട് പറഞ്ഞാൽ 12th Gen i5 പ്രോസറും RTX 2050 ഗ്രാഫിക്സ് കാർഡും 144 Hz ഡിസ്പ്ലേയും ഗെയിമിന് മാത്രമല്ല സ്റ്റഡി വർക്ക് യൂസിന് റിലേറ്റീവ്ലി നോർമൽ ലുക്കിംഗ് ഡിസൈനും 512 GB SSD റാം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്രൂഫ് മെച്ചപ്പെടും. അടുത്തായിട്ട് വരുന്ന വെച്ചാൽ മോശം വശമാണ്. 8 GB റാം വേരിയൻ്റ് ആണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതാണ്, അല്ലാതെ കളിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ RTX 2050 4GB ആയതിനാൽ വളരെ ഹെവി ഗെയിംസിൽ ലിമിറ്റേഷൻ ഉണ്ടാകും. ഗെയിമിംഗ് ഫോക്കസ്ഡ് ലാപ്ടോപ്സിൽ പോലെ അഗ്രസീവ് കൂളിംഗ് ബിൽഡ് എല്ലാ വേരിയൻറ്റിലും ഉണ്ടാകണമെന്നില്ല. ഗെയിമിംഗ് ലാപ്ടോപ്പ് പോലെ വളരെ ഫ്ലാഷി ഡിസൈൻ വേണ്ട, പക്ഷേ ഗെയിം പെർഫോമൻസ് വേണം എന്നുള്ളവർക്ക് Acer 7 നല്ല ഓപ്ഷനാണ്. അടുത്തിട്ട് പറയാൻ പോകുന്നത് MSI ഗെയിമിംഗ് തിൻ 50. നാലാമത്തേക്ക് MSI ഗെയിമിംഗ് തിൻ 50 ആണ്. പേരിൽ തന്നെ ഉള്ളതുപോലെ ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് തിൻ ആൻഡ് ലൈറ്റ് ഗെയിമിംഗ് ഡിസൈൻ. ഇതിൻ്റെ സ്പെക്കായിട്ട് എന്ന് വെച്ചാൽ Intel Core i5 12th Gen ആണ് ഇതിൻ്റെ സ്പെക്ക്. പ്രൊസസ്സർ RTX 2050 4GB ഗ്രാഫിക്സ് കാർഡും 8GB DDR4 റാമും 512 GB NVMe SSD. അതേപോലെ 15.6 ഇഞ്ച് ഡിസ്പ്ലേ 144 Hz റിഫ്രഷ് റേറ്റ്. ഇതിൻ്റെ നല്ല ഗുണമായിട്ട് എന്താണെന്ന് വെച്ചാൽ തിൻ ആൻഡ് ലൈറ്റ് ഡിസൈൻ ആയിട്ട് പറഞ്ഞത്. RTX 2050 ആണ് പറയുന്നത്. 144 Hz ഡിസ്പ്ലേയും 512 GB NVMe SSD ഗെയിമിംഗ് പ്ലസ് പോർട്ടബിലിറ്റി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ മോശവശമായിട്ട് പറയുന്നത് 8 GB റാം മാത്രമാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് റെക്കമെൻഡ് തിൻ ലാപ്ടോപ്പ് ആയതിനാൽ കൂളിംഗ് പെർഫോമൻസ് സസ്റ്റൈൻഡ് ലോഡിൽ തിക്കർ ഗെയിമിംഗ് ലാപ്ടോപ്പിനേക്കാൾ വ്യത്യാസപ്പെടാം. RTX 2050 4GB ആയതിനാൽ ഫ്യൂച്ചർ AAA ഗെയിംസിന് വലിയ ഹെഡ്റൂമില്ല. നിങ്ങൾ ലാപ്ടോപ്പ് എപ്പോഴും ക്യാരി ചെയ്യേണ്ട ആളാണെങ്കിൽ MSI ഗെയിമിംഗ് തിൻ 50 പരിഗണിക്കുക. പിന്നെ ഈ AAA ഗെയിംസ് സൈബർ പങ്ക്, റെഡ് ഡെഡ് റെഡംഷൻ 2, ഹോഗ്വാർട്സ് ലെഗസി, ബ്ലാക്ക് മിത്ത് വൂക്കോങ്, ഫോർസ ഹൊറൈസൺ 5, അസാസിൻസ് ക്രീഡ് സീരീസ് ഇങ്ങനത്തെ ഗെയിംസിനൊക്കെയാണ് നമ്മൾ ഈ AAA ഗെയിംസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ 2 ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള 2 ലാപ്ടോപ്സ്. നമുക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാനാണ്. താഴെ ഞാൻ ഇതിൻ്റെ പ്രൈസ് കൊടുത്തേക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ലാപ്ടോപ്പായിട്ട് ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് Acer Aspire 7 i5 12th Gen ആണ്. അതേപോലെ എൻ്റെ RTX 2050 4GB റാം 144 Hz പുതിയ 12th Gen CPU ഉള്ളത് വലിയ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് ഇതിന് 1ാം സ്ഥാനം കിട്ടിയത്. ഇനി നമുക്ക് രണ്ടാമത്തിലേക്ക് പോകാം. Lenovo IdeaPad ഗെയിമിംഗ് തിനാണ് നമ്മൾ രണ്ടാമത്തെ ലാപ്ടോപ്പായിട്ട് വരുന്നത്. RTX 2050 പ്ലസ് 144 Hz റിഫ്രഷ് റേറ്റ്, ഗെയിം ഫോക്കസ്ഡ് ഡിസൈൻ, നല്ല കൂളിംഗ്, കുറേ റാം സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധനം ഇതിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിന് 2ാം സ്ഥാനം കൊടുത്തത്. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ടു വാച്ച്. മലയാളത്തിൽ ഏതെങ്കിലും വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. വേറെ ഏതെങ്കിലും റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിൽ നോക്കുന്നത് വേറെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം